അടുത്ത ചാലഞ്ച് എന്താണ്? കിട്ടിയല്ലേ? അയ്യോ ഇല്ല. ക്ഷത്രിയ രക്തമാണ്. നമ്മൾ ഇതൊക്കെ കുറെ കളിച്ചിട്ടുള്ള. സുഹൃത്തുക്കളെ, നമ്മൾ ആവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. ഗൈസ്, മാരിനേറ്റ് ചെയ്ത ഫിഷ് അമ്മ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ട്രാവൽ കിക്സിന്റെ മറ്റൊരു അടിപൊളി വ്ലോഗിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആവുമ്പോ അവിടെ നിപ്പുണ്ട്. നമ്മൾ ആവിനെ താഴെ ഇറക്കി വിട്ടേക്കാണ്. നമ്മുടെ കൈ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറെ കാലത്ത് ഗൈസ് എത്തി ആളെത്തി. അപ്പൊ ഗൈസ് ആവ ഒന്ന് കേറിയിട്ടുണ്ട്. ആവ ഒന്നും മിണ്ടല്ലേ, വീഡിയോ എടുക്കാൻ പോവാണേ. ഓക്കെ ഓക്കെ ഗൈസ്, വേതാളം എന്റെ തോളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറെ കാലത്തിന് ശേഷം നമ്മളൊരു അടിപൊളി ചാലഞ്ച് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ആവയുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാല് ഭയങ്കര പാടാണ് നോക്കി നടത്തുക എന്ന് പറഞ്ഞാൽ. രാവിലെ തുടങ്ങുന്ന പണിയാണ്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനും അമ്മും തമ്മിലൊരു കോമ്പറ്റീഷനാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മൾ നറുക്കിട്ടെടുക്കും. ആവയുടെ ഓരോ ടാസ്കും നറുക്കിട്ടെടുത്തിട്ട് ഓർഡർ ഈവനെ വേണ്ട, നമുക്ക് പേര് എഴുതാം. ഓർഡർ ഈവൻ അമ്മ ചിലപ്പോൾ കൈ ഇങ്ങനെ കോച്ചിയൊക്കെ വെക്കും. അപ്പൊ വന്നിട്ട് തറക്കിക്കും. ഓർഡർ ഈവനിലാകുമ്പോഴത്തേക്ക് നമുക്ക് പേര് എഴുതി വെക്കാൻ പറ്റും. അശ്വിൻ അമ്മു, അശ്വിന്റെ പേരാണ് വരുന്നെങ്കിൽ അശ്വിൻ ഫസ്റ്റ് ടാസ്ക്. ആദ്യം നമ്മൾ ടാസ്ക് പറയും, എന്നിട്ട് നമ്മൾ പേര് ഇങ്ങനെ ഇടും. പേരിട്ടെടുക്കും. ആരുടെ പേരാണ് പറഞ്ഞത് അയാൾ ആ ടാസ്ക് ഒരു ടൈമിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് സംഭവം. പിന്നെ ആവയും സഹകരിക്കണം, മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ആവയുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെന്ന് കുളിപ്പിക്കുകയാണെന്ന് വെച്ചോ, ആവ സഹകരിച്ചാലേ കുളിപ്പിക്കാൻ പറ്റൂ. സഹകരിപ്പിച്ച് നമ്മൾ റെഡിയാക്കണം അല്ലേ? അറിയാലോ, ക്ഷത്രിയ രക്തമാണ്. എന്റെ ഒരു കുഞ്ഞു ക്ഷത്രിയ രക്തം എന്റെ കയ്യിലുണ്ട്. അമ്മ പിന്നെ അറിയാലോ എന്റെ രക്തം. ഞാൻ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞുതരാം. കളക്കളി രണ്ടും അശ്വിനെ എഴുതി വെച്ചിരിക്കുന്നത് അമ്മു ആണല്ലേ. അമ്മുന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര വൃത്തിയാണ്. ഏത് എഴുതിയാലും ഒരേപോലെ തോന്നും. അശ്വിൻ അമ്മു. ഓക്കെ, ഇത് മര്യാദക്ക് ഡീസന്റ് ആയിട്ട് ഒരേപോലെ മടക്കണം. പണ്ട് ഉടായ്പ കാണിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കള്ളക്കളി കാണിച്ച്. അപ്പൊ ഗൈസ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചിറ്റാണ് അമ്മുവിന്റെ എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ച കാരണം അല്ലെങ്കിൽ അമ്മു കള്ളക്കളി കാണിക്കും. ഞാൻ നോക്കിയപ്പോൾ ഒന്നില് പശയുണ്ട്, ഒന്നില് പശയില്ല. ഇതേപോലത്തെ കള്ളത്തിലൊക്കെ പണ്ട് കാണിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഉടായ്പ വീരത്തെയാണ്. അതിന്റെ ബാക്കിയാണ് ഇത് ഇവിടെ. എന്നെ പറ്റില്ല കണ്ട. അപ്പൊ ഗൈസ്, നമ്മുടെ ചിറ്റ് റെഡിയാണ്. ആവാ സഹകരിക്കണേ. ആവാ ഓക്കെ, റെഡി അല്ലേ? അല്ല, ആദ്യത്തെ ടാസ്ക് ആദ്യം എന്താ എന്ത് ഫ്രൂട്ട്? ഫ്രൂട്ടോ ഈ സമയത്താ? ഡ്രാഗൺ ഫ്രൂട്ടാ? ഭഗവാനെ, എനിക്കത് കട്ട് ചെയ്യാൻ പോലും അറിഞ്ഞൂടാ. ചുമ്മാ അതൊക്കെ അല്ല, പഴം കൊടുത്തോളാം. ഞാൻ പഴം കൊടുത്തോളാം. എടാ, നിനക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണോ പഴം വേണോ? 1 2 3. കണ്ണ് നോക്കാതെ എടുക്ക്, കണ്ണ് നോക്കാതെ എടുക്ക്. ആ, എടുക്ക് എടുക്ക് എടുക്ക്. ഒന്നൊന്ന്. പിന്നെ കുശു പോടാ. എടാ ദ്രോഹി, ഇതാലും ഇത് എനിക്ക് പണി തരാൻ വേണ്ടിട്ടാണല്ലോ. ശരി, കൊച്ചന്റെ കൈ കയറിയിരിക്കുകയാണ് ഗൈസ്. ക്ഷത്രിയ രക്തമാണ്. നമ്മൾ ഇതൊക്കെ കുറെ കളിച്ചിട്ടുള്ള. അപ്പൊ ഇത് കട്ടിംഗ് ബോർഡ് വേണ്ടേ? ഇങ്ങനെ കട്ട് ചെയ്തറിയാ? കട്ടിംഗ് ബോർഡ്. പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിംഗ് ബോർഡ് എങ്ങനെയാണ് കട്ട് ചെയ്യണത്? ഈ സാധനത്തിനാണെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്യട്ടെ? അത് ഞാൻ പറഞ്ഞില്ല. ഇതെന്ത് കളറാ? വൈറ്റാ? ഓക്കെ, വൈറ്റാ. ഇത് എങ്ങനെ എടുക്കണം? സ്പൂൺ വെച്ച് എടുക്കട്ടെ? അപ്പൊ ഗൈസ്, നമ്മൾ വൃത്തിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. വെളിയോട്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ, വന്ന്. ഇത് കഴുവിയായിരുന്നാ? ഡ്രാഗൺ ഫ്രൂട്ടോ? നീ പഴം കഴുകി കഴിക്കോ? എല്ലാരും ഒന്ന് തലവടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മള് തരാം ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഭഗവാനെ, ആവ സഹകരിക്കും എന്നുള്ളതാണ് എന്റെ ടെൻഷൻ. ചെറിയ പീസാക്കി മണിപ്പൂ എന്നെ പ്രശ്നം. സമയത്രേ? സമയം 1:15. കഴിക്കണില്ല. വെരി ഗുഡ്. അച്ഛ ഫസ്റ്റ് ആയി കൊടുക്കണ. വെരി ഗുഡ്. ഹലോ, എനിക്ക് പിള്ളേരെ നോക്കാൻ അറിയാം, മനസ്സിലായില്ലേ? എനിക്ക് പിള്ളേരെ നോക്കാൻ അറിയാം. ഇതൊന്ന് കാണിച്ചേ, കാര്യം പറയട്ടെ. എല്ലാം ഒന്ന് കാണിച്ചേ. ആ കൊച്ചിന് രാവിലെ 10 മണിക്ക് ഭക്ഷണം കൊടുത്ത വീഡിയോ എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുത്തില്ല, അതുകൊണ്ട് കഴിക്കണേ. എന്താണെന്ന് എനിക്കറിയില്ല. നീ പിടിക്കരുത്. ഞാൻ ഭയങ്കര തമാശയും. അപ്പൊ ഗൈസ്, നമ്മളിത്
സക്സസ്ഫുള്ളി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആവയ്ക്ക് കൊത്തുകൊണ്ടിരിക്കുകയാണ്. പാക്ക് ചെയ്തിട്ട് ഒരു ക്യാമറമാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് എനിക്ക് കാണിച്ചു തരണം പോലും ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ ആരും ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിട്ടില്ല. അമ്മ പിന്നെ അങ്ങ് എറണാകുളത്ത് ജനിച്ച് വീണപ്പോഴേ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്താണോ? ഡ്രൈ ഫ്രൂട്ട് ഇത് അതിന് അച്ഛൻ കൊളാക്കി വെച്ചു. ഇങ്ങനെ അല്ലേ ഇതുണ്ടോ ഈ സൈഡിൽ ഇങ്ങനെ പിടിക്കാം. ഇത് പച്ച അയ്യോ നഖം കേട്ടില്ല വെയിറ്റ് ചെയ്ത് അച്ഛൻ കൊളാക്കി വെച്ചു. ഞാൻ തീയലോ അയ്യേ കട്ട് ചെയ്യാൻ പോലും അറിയണ്ട. വലിയ ആളായിട്ടത് കേറിയാണ്. കാണിക്ക് കൈ മുറിക്കില്ലേ? ഇല്ല കൈ കൊടുക്കില്ല. ഇത് കേട്ടാ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് ഗൈസ്. ഇതിനകത്ത് എന്ത് കിടുവായിട്ട് എടുത്ത് ഇങ്ങനെ കണ്ട ഇങ്ങനെ വേണം കഴിക്കാം. അമ്മ അത് കൈയിട്ട് അളിച്ച് അയ്യ നഖമിട്ട് കിളക്കത്ത് അയ്യ ഫെയിൽ അയ്യ കൈ വെച്ച് പിടിച്ചെടുത്ത് ഒട്ടും അൺഹൈജീനിക് ആയിട്ട്. ആവാ നിനക്ക് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡാണ് അച്ഛൻ തന്നത്. അമ്മ തരുന്ന കണ്ടില്ലേ കൈ അത് മെടത്തേക്കായി കൈ പോലും കഴുകാതെ ഗ്ലൗസ് പോലും ഇട്ടില്ല. ഫെയിൽ ഗൈസ്. നിങ്ങൾ കമന്റ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആവയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൊടുത്തത് ഞാനാണോ അമ്മ ആണോ? നിങ്ങൾ കമന്റ് ഓക്കെ. നീ ഇത്രയും കാലം കഴിച്ചത് ഈ അൺഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു. ഇത്രയും അൺഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണമാണ് അവ കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ചാലഞ്ചോട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. അടുത്ത ചാലഞ്ച് എന്താണ്? അമ്മ ഇതല്ല എടുത്ത് പറഞ്ഞത്. അടുത്ത ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നതല്ല എടുത്ത് പറഞ്ഞത്. അമ്മ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങി. എനിക്കെതിരെ എന്റെ അടുത്ത് പറഞ്ഞത് അടുത്തത് ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് എടുത്ത് ആവയ്ക്ക് വേണ്ടി വേണ്ട സാൽമൺ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കഴിച്ചോണ്ടിരിക്കുമ്പോ അപ്പിട്ട് എനിക്ക് പണിയായിരുന്നു. അച്ഛ ഫുഡ് ഒന്നുമില്ലടാ. ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് അപ്പ് റിമൂവ് ചെയ്യണം. ഭഗവാനെ കാത്തോളി. ഓക്കെ ഓക്കെ അമ്മ തപ്പഴെന്തിനാണ്? തപ്പഴെന്തിനാ? നീ നോക്കിയാ? പിന്നെ കിട്ടിയല്ലേ? അയ്യോ ഇല്ല റീടേക്ക് ഇല്ല ഒരു പ്രാവശ്യം അമ്മ പ്ലീസ് ഒരു പ്രാവശ്യം പ്ലീസ്. They ask you how you are, you just have to say that you're fine when you're not really fine, but you just can't get into it because they would never understand. ചില സമയത്ത് നമ്മൾ ഇവിടെ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആവയെ കൊണ്ട് പാമ്പർ മാറ്റാൻ പറ. അതെനിക്ക് പറ്റൂല. അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചു ഞാൻ മനഃപൂർവ്വമല്ല, എന്റെ ഉൾമനസ്സിലെ ബാലൻ. അപ്പൊ ഗൈസ് നമ്മൾ ആവയുടെ പണിപ്പുരയിൽ എത്തിയിരിക്കുകയാണ്. ക്ഷത്രിയ രക്തമാണ് ആവ. നമ്മൾ ക്ഷത്രിയ രക്തമാണ് അല്ലേ? അമ്മ അതിന് മാത്രം കുറവൊന്നുമില്ല. പണ്ട് ആവ ഫസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇതിന്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നോക്കി കാല് വെളി കിടക്കും. അപ്പൊ ആവനെ കളിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യണത് ഇങ്ങനെയാണ്. ഇവിടെ പനിയാതങ്ങളൊക്കെ ഉണ്ട്. ടിഷ്യൂ, പാമ്പർ. ഇതിടണോ? ബോഡി മിൽക്ക് വേണ്ട, ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോകാം. അപ്പൊ ഇതിട്ട് ഇടണോ? അത് ഇട്ടോ. അമ്മക്ക് ഹേർട്ടായ പറഞ്ഞോട്ടാ. അത് കൊടുക്കലിരിക്കൂല. പാവാട അതിന്റെ മുഖം. അമ്മ അച്ഛനാണ് പോലും. അച്ഛൻ കൊച്ചു കരയുന്നേ. ടിഷ്യൂ വേറെ എടുക്കണ. അമ്മു ഇതിന് നീ നോക്കൂ. പകരം വീട്ടും. ആവാ സഹകരിക്കാവാ. ആവാ അത് നോക്കും. വെള്ളം നനയിക്കും. ആവാ സഹകരിക്കും. ആവു വെൽ ഡൺ മൈ ഗേൾ. സഹകരിച്ചതിന് നന്ദി. എനിക്ക് കണ്ടതിന് ഉടുപ്പിട്ട് കൊടുക്ക്. കൊടുത്തില്ല സഹകരിക്കട്ടെ. സഹകരണമൊന്നും പ്രതീക്ഷിക്കണ്ട. ഗൈസ് ആദ്യം നമ്മുടെ പാമ്പർ സക്സസ്ഫുള്ളി മാറ്റിച്ചിരിക്കുകയാണ്. ഞാൻ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ചാലഞ്ചും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മയാണോ ഏറ്റവും കൂടുതലായിട്ട് പാമ്പർ മാറ്റുന്നത്? അച്ഛനാണോ? അച്ഛനാണെന്നുണ്ടെങ്കിൽ അച്ഛനും ഉമ്മ പറഞ്ഞു. മാമ അപ്പൊ ഗൈസേ മൂന്നാമത്തെ ചാലഞ്ചോട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. ഇതും കൂടെ എനിക്ക് പണി കിട്ടി കഴിഞ്ഞാൽ ഹാട്രിക് ആവും. എനിവേസ് അമ്മ ഓടിക്കിട്ട് അടുത്താണ് ചാലഞ്ച്. സാൽമൺ ഫ്രൈ വെച്ച് കഴിക്കും. ഓക്കെ അപ്പൊ ഗൈസ് അടുത്ത ടാസ്കിലോട്ട് പോവാണ്. ഇനി അത് കഴിഞ്ഞ് അവനെ കുളിപ്പിക്കണം. ഭയങ്കര ഉടായ്പ്. സിമ്പിൾ. അശ്വിനല്ലേ അത്? നിനക്ക് അങ്ങനെ തന്നെ വേണം.
കോമ്പറ്റീഷനിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണ്? എനിക്ക് ഞാനില്ല ഡീൽ അത് തന്നെ അല്ല, പെർഫെക്ഷൻ ചെയ്യുന്നതിന്റെ പെർഫെക്ഷൻ കാണിക്കണം. സാൽമൺ കാണിക്ക്. പെർഫെക്ഷൻ ഇല്ല കേട്ടോ. സാൽമൺ കിഡുമായിട്ട് ഇതേ നല്ല അളിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്. സോമൻ ഫ്രൈ അല്ല, ഇത് സാൽമൺ ഫ്രൈ. ഇത് അമ്മുവിന്റെ സോമൻ ഫ്രൈ ആണ്. സോമൻ ഫ്രൈ ഇത് ഓൾറെഡി ക്ലീൻഡ് ആണ്. ഇത് കട്ട് ചെയ്ത് പീസായിട്ട് വന്നതാണല്ലേ. കട്ടിംഗ് ഓഫ് ദ ഇന്ത്യ. യെസ്. അപ്പൊ ഗൈസ് മാരിനേറ്റ് ചെയ്ത ഫിഷ് അമ്മു ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിലും ചെറിയ പാത്രം കിട്ടിയില്ലേ അമ്മു ഫ്രൈ ചെയ്യാൻ? ഇതെല്ലാം കൂടെ അതിനകത്ത് കടക്കത്തില്ലല്ലോ. ആവയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കഴിയുന്നതായിരിക്കും സുഹൃത്തുക്കളെ, അല്ലേ? സാൽമൺ ഫ്രൈ. ഓ, സിമ്പിൾ ടാസ്ക് അമ്മുവിന് കിട്ടി. 5 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ഇതിന് വേണ്ടിരുന്നത് മറ്റേ പാര മീനൊക്കെ മേടിക്കണമായിരുന്നു. മൊത്തം ആദ്യം തൊട്ട് ക്ലീൻ ചെയ്യണ രീതി മേടിക്കുന്നത് ഭയങ്കര എലുമ്പായി പോയി. വളരെ സിമ്പിൾ ടാസ്ക് ആയി പോയി. ഇന്നത്തെ വ്ലോഗ് പ്ലാൻ അല്ലായിരുന്നല്ലോ. അങ്ങനെ അച്ഛന് മറ്റേ ചൂര മേടിച്ചു കൊടുക്കുന്നത്. ഗൈസ്, അമ്മുദേ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ആവയുടെ സാൽമൺ ഫ്രൈ. ആഹാ, നല്ല മണം. സിമ്പിൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡയലോഗ് അടിക്കല്ലേ. ടൈം ലിമിറ്റ്. പെട്ടെന്ന് ഇതെന്താണ്? സാൽമന്റെ ഒരു കുഞ്ഞ് സ്ലൈസ് ലുലുന്ന് മേടിച്ചുകൊണ്ട് വന്ന് അത് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത്. അല്ല, എങ്ങനെ ചെയ്യുന്നതിലാണ് കാര്യം. സിമ്പിൾ. അത് മീൻ മൊത്തം എടുത്ത് കട്ട് ചെയ്തൊന്നുമില്ലല്ലോ. കൗണ്ടർ അടിക്കാൻ തുടങ്ങി ഗൈസ്. അമ്മ ഭയങ്കര സംഭവമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അടുത്തതാണ് ഏറ്റവും വലിയ ചീട്ടാ. ചിറ്റി അല്ല. എനിക്കറിയാം. അടുത്തത് എന്തായാലും അമ്മ പറയണ്ട. എനിക്കറിയാം. അമ്മ എന്റെ അടുത്ത് നേരത്തെ ഒരു ക്ലൂ വന്ന് അടുത്ത് ജലത്തിൽ അവരെ കുളിപ്പിക്കണം. ഭഗവാനെ, ഇത് വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം തീർത്ത്. ഞാൻ തോറ്റ് തൊപ്പിയിടും. കാരണം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് എണ്ണ തേച്ച് വെക്കണം, പൊടി തേപ്പിക്കണം, പിന്നെ എന്തൊക്കെയോ ചെയ്ത് കുളിപ്പിക്കും. ഭഗവാനെ, ഒന്ന് കുളിക്കട്ടെ. രണ്ടെടുത്ത് നോക്കി. ഭഗവാനേ, കാത്തോളി. എന്ത് പോടാ. ഇല്ല, ഇതിലെന്ത് കള്ളക്കളിയുണ്ട്. ഇല്ല അമ്മ ഇല്ല ഞാൻ സമ്മതിക്കൂല. ഞാൻ സമ്മതിക്കില്ല. വേണ്ട അമ്മ വായ പ്ലീസ്. അവനെ കൊണ്ട് എടുപ്പിക്കുക ഒന്നും കൂടെ പ്ലീസ്. അവനെ കൊണ്ട് ഒന്ന് എടുപ്പിക്കുക. ചുമ്മാ ഞാൻ അരമണിക്കൂർ തലയിൽ എണ്ണയിക്കും. അത് കഴിഞ്ഞ് ബോഡിയിൽ എണ്ണയിക്കണം. അത് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാറില്ല, പച്ചവെള്ളത്തിൽ കുളിപ്പിക്കണം. ഞാൻ എന്റേതായ രീതി കുളിപ്പിക്കും. അങ്ങനെയല്ല, കൊച്ചിന് പോർന്നല്ല. പോറിലൊന്നും വരുത്തൂല. ഞാൻ സാധാ വെള്ളത്തിൽ ചുമ്മാ കുളിപ്പിച്ചെടുത്താ പോയി. അല്ല, എണ്ണയൊക്കെ തേക്കണോ? അവനെ ഞാൻ പേടിപ്പിക്കുകയാണ്. അവന് പേടിയാണ് സൈക്കിള്. നമ്മൾ ആവയുടെ തലയില് വെർജിൻ ഓയിൽ വെച്ച് തേക്കാൻ വേണ്ടി പോവാണ്. നല്ല പണം. അവ അത്ഭുതത്തോടെ നോക്കുകയാണ്. അച്ഛൻ ഇതൊന്നും ചെയ്യാറില്ലല്ലോ. എന്താ ക്ലാപ്പ് ചെയ്തേ. ആവ പാടുന്നു കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മൾ ആവനെ കുളിപ്പിക്കാൻ കൊണ്ടുവരാണ്. നമ്മുടെ മസിൽ കുട്ടി, നമ്മുടെ പുലിക്കുട്ടി. ആമ കിക്ക് ആയിരുന്നപ്പോ മേടിച്ച വാട്ടർ. ഇപ്പോഴും ഞാൻ അതിലെ കുളിപ്പിക്കല. അവ അച്ഛന്റെ പൊന്നിനെ കുളിപ്പിക്കുന്നവരെന്ന് വീഡിയോക്ക് വേണ്ടി മാത്രം കുളിപ്പിക്കുന്നവരാ. വീഡിയോക്ക് വേണ്ടി മാത്രം കൊച്ചിനെ കെയർ ചെയ്യുന്ന അച്ഛനാണ് പോലും. അപ്പൊ ഗൈസ്, ഈ എണ്ണയൊക്കെ പിടിപ്പിച്ച് നമ്മൾ കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ എണ്ണയൊക്കെ സ്ഥലത്തിൽ പിടിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റില്ലയോ? ഞാൻ ഫ്രൈ ചെയ്തെടുക്കും. ഞാൻ പോലും ഇത്രയും കഷ്ടപ്പെട്ട് കുളിച്ചിട്ടില്ല. ഹായ് പറഞ്ഞ എല്ലാവർക്കും. കുളിച്ചു. അങ്ങനെ ആവയുടെ കുളി കഴിഞ്ഞു. ഇതൊരു ഉത്സവത്തിന്റെ മേളമാണ്. ഇനി പോയിട്ട് റെഡിയാക്കാം. ഞാൻ എണ്ണി പറയുന്നതായിരിക്കും. നമ്മുടെ ഷുണ്ട്രി ബാവേനെ കുളിപ്പിച്ച് വീണ്ടും ഷുണ്ട്രി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തിയാ പാപ്പം കഴിക്കാം. അപ്പൊ ഗായ്സ്, അടുത്ത റൗണ്ട് നമ്മൾ ആവയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ ഫുഡ്, ഫിഷ് എല്ലാം റെഡിയാണ്. ഓക്കെ, റെഡിയല്ലേ അമ്മോ? കുലുക്കി എടുക്കൂ നീ. കുലുക്കി രണ്ടും എടുക്കല്ലേ? രണ്ട് നോക്കണ എന്തിനാണ്? ഇവിടെ എന്തോ നമ്പർ കുളിക്കിട്ടുണ്ട്. നോക്കാതെ എടുക്ക. എന്തൊരു ഉടായ്പാണ് ഭഗവാനെ. ഞാൻ എന്റെ അട്ടപ്പളകും. പ്ലീസ്, എനിക്ക് ഇത് ഇങ്ങോട്ട് അങ്ങനെ തന്നെ നിനക്ക് വേണം. ഇവിടെ കുത്തിരുന്ന് അവ പതുക്കെ 1.5 മണിക്കൂർ എടുത്ത് കഴിക്കണം. 1 മണിക്കൂർ എടുത്ത് കഴിക്കണം. ബീൻസ് തോരൻ, തൈര്, കുറച്ച് ചോറ്, മിന്നി. ഇതാണ് അവിടെ ഫുഡ്.
ഇന്നത്തെ ഫുഡ് ഉപ്പിടുന്ന എന്തിനാ? അത് കഴിക്കില്ല, ചീട്ടി. പണ്ടൊക്കെ ഫുഡ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്, എന്ന് വെച്ചാൽ കഴിക്കൂല, നമ്മുടെ കൺട്രോൾ പോകും. ഇപ്പൊ പിന്നെ കറക്റ്റ് റുട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 1.5 വർഷമായിട്ട് ആ സെയിം റുട്ടീൻ തന്നെയല്ലേ, അതുകൊണ്ട് ആള് കഴിക്കും. സമയത്തിനൊന്ന് കഴിച്ചോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ചില ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. പിന്നെ അമ്മ ഒന്ന് ഫോഴ്സ് ചെയ്യത്തില്ല, ഫോഴ്സ് ചെയ്ത് കറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നം, പിന്നെ ഉറങ്ങത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. സോറി. A few moments later. ഗൈസ് അമ്മ അവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഏതാണ്ട് കുറെ നേരം ആയിട്ടുണ്ട് തുടങ്ങിയിട്ട്. അങ്ങനെ 3/4 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം അമ്മു കൊച്ചിന് ഫുഡ് കൊടുത്ത് തീർത്തിരിക്കുകയാണ്. ഒരു മ്ലാനത അമ്മു ശരിക്കും ടയേർഡായി കേട്ടാ. എനിക്ക് വിശക്കടേ അമ്മുവിന്റെ വിളി മാത്രം ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. കൊച്ചു പക്ഷെ കഴിച്ചല്ലേ, കുഴപ്പമില്ല, കഴിച്ച് ഹാപ്പി. അപ്പൊ തിരിച്ച് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ അർത്ഥം ആള് വയറ് ഫുള്ളാണ്, ഹാപ്പിയാണ്. അപ്പൊ ഹാപ്പി ആർ യു ഹാപ്പി? ഇതെന്താണ്? ഓ സാലഡ് കഴിക്കൂ. അവിടെ കഴിക്കാറുണ്ടല്ലോ. നമ്മുടെ ഫുഡിലോട്ട് തലയിടുന്നത് എന്തിനാ? അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ ഫുഡ്. നമ്മൾ ആക്ച്വലി ചാർക്കോൾ ചിക്കനും ബിരിയാണി റൈസും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗായ്സ് ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്ലോഗ്. ചാലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ആമയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതിന്റെ പ്രിപ്പറേഷനിലാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മള്. നമ്മുടെ കുക്കിരി വലുതെന്ന് പറഞ്ഞ് വിശ്വസിക്കും. അപ്പൊ ആവയുടെ ബർത്ത്ഡേ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത ബ്ലോഗിൽ വരുന്നതായിരിക്കും. എന്തെങ്കിലും ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. കുറച്ചധികം ഫൺ ആൻഡ് അടിപൊളി ബ്ലോഗ്സ് ആയിട്ട് വരാം. Until then, it's me, Ammu and Ava signing off. Bye.